ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായമായ ഹൗ ടു യൂസ് ദ സീക്രട്ട് എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും പുറപ്പെടുവിപ്പിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയുമില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിപ്രക്രിയയിലെ ആദ്യ പടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്. ചോദിക്കുക. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതിയാകും. ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാകുന്ന ഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അടുത്ത ഘട്ടമാണ് വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുക. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസമുണ്ടാവണം. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. എനിക്കത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ജീവിതമാണ്. അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ജീവിതം എന്നത് കഠിനവും ദുരിതപൂർണവുമായിരിക്കുമെന്നതാണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ദുരിതപൂർണവുമായ ഒരു ജീവിതമായിരിക്കാം. ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക, ജീവിതം എത്ര എളുപ്പമാണ്, ജീവിതം എത്ര മനോഹരമാണ്, എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ അഗാധതയിൽ ഒരു സത്യം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ സത്യം ഇതാണ്: ജീവിതത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളും നിങ്ങൾ അർഹിക്കുന്നു. ജന്മസിദ്ധമായി നിങ്ങൾക്കതറിയാം. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങളില്ലാത്ത അവസ്ഥ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങളെ നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കാനുള്ള വിശിഷ്ടമായ ഒരു ഉപകരണമാണ് ആകർഷണ തത്വം. വിസ്മയകരമായ ജീവിതത്തിലേക്ക്, നിങ്ങൾ എന്ന ഉജ്ജ്വലമായ വ്യക്തിത്വത്തിലേക്ക് സ്വാഗതം.